ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ലൊരു മുരിങ്ങപ്പൂ തോരൻ ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിൽ ഈ സീസണിൽ നിറയെ മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരിങ്ങപ്പൂക്കളും നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൊലയോടുകൂടിയ മുരിങ്ങപ്പൂ പറിച്ചെടുക്കാൻ നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ നമ്മൾ മുരിങ്ങപ്പൂക്കൾ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു ബൗളോളം നിറയെ മുരിങ്ങപ്പൂ കിട്ടിയിട്ടുണ്ട്. ഈ മുരിങ്ങപ്പൂ നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കണം. അതിനായി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഓരോ മുരിങ്ങപ്പൂക്കളും കൊലയിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. ഇനി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കളും മുട്ടുകളും എല്ലാം ചേർന്നിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയാക്കി 1-2 പ്രാവശ്യം വെള്ളത്തിൽ നല്ല വൃത്തിയോടെ കഴുകിയെടുക്കണം. ഇനി നമുക്ക് മുരിങ്ങപ്പൂ തയ്യാറാക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞെടുക്കാം. സാധാരണ നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ തന്നെയാണിത് ചെയ്യുന്നത്. അതിനായി നമ്മളിവിടെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക്, അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ തേങ്ങ. ഇനി സവാള നമ്മൾ നന്നായി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. ഇനി അടുത്തതായിട്ട് 2 പച്ചമുളക്, ഇത് നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി തുടങ്ങാം. ഇതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവാള, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി ഇവ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മുരിങ്ങപ്പൂ കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. മുരിങ്ങപ്പൂവിന് അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സ്വാദിഷ്ടമായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുതേ. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.